കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ള കാലമാണിപ്പോൾ. വയനാട് പൂത്തക്കൊല്ലിയിലെ ശൈലജയും ഭർത്താവ് സുന്ദരനും വീടിനോട് ചേർന്നുള്ള കൊച്ചുമുറിയിൽ മുളയും ഈറ്റയും ഒക്കെ കൊണ്ട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ്. ഇവരുടെ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ബംഗളൂരുവിലാണ് പ്രധാനമായും വിറ്റുപോകുന്നത്. മേപ്പാടി പൂത്തക്കൊല്ലിയിലെ സുഷി സ്വപ്നങ്ങളുടെ നെയ്ത്തുശാലയാണ്. വീടിനോട് ചേർന്നുള്ള കുഞ്ഞുമുറിയിൽ സുന്ദരനും ശൈലജയും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ആരെയും അതിശയിപ്പിക്കും. മനോഹരമായ ലാംപ് ഷെയ്ഡുകൾ, പാൽക്കണ്ണാടികൾ, വിശറികൾ, ആഭരണങ്ങൾ, ബാസ്ക്കറ്റുകൾ, ടേബിൾ ലാമ്പുകൾ, ക്ലോക്കുകൾ, കീ ചെയിനുകൾ തുടങ്ങി പപ്പടം കുത്തി വരെ ഇവിടെയുണ്ട്. വയനാട്ടിൽ മുളവിപ്ലവം സൃഷ്ടിച്ച തൃക്കൈപ്പറ്റയിലെ ഉറവിൽ നിന്ന് തന്നെയാണ് സുന്ദരനും ശൈലജയും പരിശീലനം നേടിയത്. 17 വർഷം ഉറവിൽ ജോലി ചെയ്ത ശേഷം 2019 സുഷിയുടെ തുടക്കം. നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യം പരമ്പരാഗതമായിട്ട് ഇത് വർക്ക് അവർ ചെയ്യുന്ന കണ്ട് ഉള്ള ഒരു പരിചയമുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാംബു ഫെസ്റ്റിനും അങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ കാർഡ് വാങ്ങിയിട്ട് പോകുന്നവർ നമ്മളെ വിളിക്കും. മുള കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല മുട്ടകലുള്ള ആനമുളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുണ്ട ഭാഗത്തു നിന്നൊക്കെയാണ്. പിന്നെ ഈറ്റൊക്കെ നമ്മൾ തൃക്കൈപ്പറ്റ ഭാഗത്തു നിന്നൊക്കെ കിട്ടും. ബാംബു മിഷൻ്റെ സൈറ്റിലൊക്കെ നമ്മുടെ ഇതുണ്ട്, പ്രൊഡക്റ്റും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ വഴി നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതിന് പോയത്. ഇനി അങ്ങോട്ടും തന്നെ ക്രാഫ്റ്റ് ജോലികളിലാണ് സുന്ദരൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബാംബു മിഷന്റെ സഹായത്തോടെ ഡിസൈനിങ്ങിൽ പരിശീലനവും ലഭിച്ചിരുന്നു. ഞങ്ങൾ കുറേ ലോണൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മെഷീൻ വർക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനധികം ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു NIDയിൽ. അത് നമുക്ക് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടുതൽ വർക്ക് ഞങ്ങൾക്ക് രാത്രിയായാലും പകലായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു തൃപ്തിയുണ്ട് മനസ്സിനൊക്കെ. ബാംബു ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങളിലൂടെയാണ് ഇവർ വിപണി കണ്ടെത്തുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മുള കൊണ്ടുണ്ടാക്കുന്നത് മുറമോ അല്ലെങ്കിൽ കുട്ടയോ ഒക്കെ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ കാലം മാറിയതിനനുസരിച്ച് കൂടുതൽ അലങ്കാര വസ്തുക്കളൊക്കെ മുള കൊണ്ട് നിർമ്മിക്കുന്നത് കാണാറുണ്ട്. അവരുടെ പക്കലും അത്തരത്തിൽ മനോഹരമായ നിരവധി വസ്തുക്കൾ ഉണ്ട് താൻ. ഇപ്പോഴത്തെ പല ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ ആ ഒരു ഗൃഹാതുരമായ ഓർമ്മ ഉണർത്താനൊക്കെ വേണ്ടി മുള ഉൽപ്പന്നങ്ങളൊക്കെയാണ് കൂടുതലായും കാണാറുള്ളത്. എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടെ ആ ഒരു ജോലിയിൽ മുൻപോട്ട് പോകുന്നു. ഇത്ര കാലവും ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്തത്, ഇനിയും ഇത് തന്നെ തുടർന്നു പോകാനാണ് ആഗ്രഹമെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? വയനാട്ടിൽ ഈ മുളയുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം യൂണിറ്റുകളുണ്ട്. പക്ഷേ ഈ സുന്ദരനെയും ശൈലജയെയും സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളായി ഈ മേഖലയിലുണ്ട്. ഇപ്പോഴും വീടിൻ്റെ ഒരു സൈഡിലുള്ള മുറിയിൽ നിന്നാണ് ഇത്രയധികം വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതും മറ്റ് സ്റ്റാഫോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിറ്റായി അല്ല വർക്ക് ചെയ്യുന്നത്. ഇവർ ഭാര്യയും ഭർത്താവും തന്നെ ഈ ക്രാഫ്റ്റും മുളയുടെ നെയ്ത്തും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം ഇടയ്ക്ക് എഞ്ചിനീയറായ മകൾ സഹായത്തിനുണ്ടാകും. എങ്കിലും പ്രധാനമായും ഇവർ രണ്ടുപേർ തന്നെയാണ് ഇവരെ ഇതിനുള്ള പരിശീലനം നൽകിയതും. ഇവർ ഒരുപാട് കാലം ജോലി ചെയ്തിരുന്നതും ഉറവിലാണ്. തൃക്കൈപ്പറ്റയിലെ ഉറവ് എന്നത് വയനാട്ടിലെ മുള ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അവിടെ നിന്ന് ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ജോലികൾ പഠിച്ചു. അവിടെ തന്നെ ഒരുപാട് പേർ ജോലി ചെയ്ത് അവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് പഠിച്ചിറങ്ങി തൃക്കൈപ്പറ്റയിലായാലും വയനാടിൻ്റെ മറ്റു ഭാഗങ്ങളിലായാലും ഒരുപാട് പേർ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് സുന്ദരനും ശൈലജയും അവിടെ നിന്ന് പരിശീലനം നേടിയ ശേഷം അവിടെ ജോലി ചെയ്തു. 2019 ഈ യൂണിറ്റ് തുടങ്ങുന്നത്. അവരെ സംബന്ധിച്ച് ഈ ബാംബു ഫെസ്റ്റ് പോലെയുള്ള എക്സിബിഷനൊക്കെ പോകും. അവിടെ നിന്ന് പലരും ഇവരുടെ കാർഡൊക്കെ വാങ്ങിച്ച് പോകും. പിന്നീട് ഓർഡറുകൾ വരും. ബംഗളൂരുവിൽ നിന്നാണ് പ്രധാനമായും ഈ ഉൽപ്പന്നങ്ങൾക്കുള്ള ഓർഡറുകൾ വരുന്നത്. ഒരുപാട് സാധനങ്ങൾ, അതിൽ ഈ ലാംപ് ഷെയ്ഡുകൾക്കാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളതെന്ന് അവർ പറയുന്നു. അതോടൊപ്പം ഒരുപാട് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുന്നു. എന്തായാലും അവർക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. കൂടുതലും കേരളത്തിന് പുറത്തുനിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ സുഷിയിലേക്ക് ഇനിയും ഒരുപാട് ഓർഡറുകൾ ലഭിക്കട്ടെ.